നമസ്കാരം. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകൾ തൻവി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മമ്മയെ നോക്കാൻ ആരുമില്ല, അമ്മ ഒറ്റയ്ക്കാണ്, അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം തന്റെ സഹായത്തിന് ഒരു മനുഷ്യരും മക്കളും ചെറുമക്കളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ കോളിലൂടെ പറയുന്ന ആ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തൻവി അതിന്റെ കൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, തന്റെ കാനഡയിലുള്ള ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നത് അമ്മമ്മയെ നോക്കാനുള്ള പ്ലാനിങ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ലാന്ന് വീണ്ടും ഒരു വീഡിയോ ഇട്ട് തൻവി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു കാര്യത്തോട് കാര്യമുണ്ട്, ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ട് ആവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മുമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മുമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മുമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. എൻ്റെ അമ്മുമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ, ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി, ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോടൊരു നല്ല അമ്മയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോബബ്ലി ബിക്കോസ് ഐ ഹാഡ് എ ഗുഡ് മദർ ആൻഡ് ഐ സോ വാട്ട് ഇറ്റ് ഇസ് ടു ബി എ ഗുഡ് മദർ ആൻഡ് ഗിവ് മദർലി ലവ്. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരൻറ്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരൻറ്റ് ഷുഡ് ഡു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും പോട്ടെ സാരമില്ല, അമ്മൂമ്മയല്ലേ, പോട്ടെ സാരമില്ല എന്ന്. കാരണം ഇപ്പം നമുക്കൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും മരിച്ചു, അച്ഛൻ പണ്ടേ മരിച്ചു. അപ്പം നമുക്ക് ആസ് ഗ്രാൻഡ് ചിൽഡ്രൻ നമുക്ക് കാണില്ലേ ഒരാഗ്രഹം, ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളൊരു ടൈം, ഗ്രാൻഡ് പേരൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, ഡു തിങ്സ് വിത്ത് ദം, ഗോ ടു പ്ലേസസ് വിത്ത് ദം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് വി വർ കോൺസ്റ്റൻ്റ്ലി ഡൂയിങ് തിങ്സ് ഫോർ ദം. അല്ലാതെ അവരിങ്ങോട്ട് എന്തെങ്കിലും തരുമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ തന്നിട്ടുള്ളത് കൊണ്ടോ ഉള്ള ഒരു തിരിച്ചുള്ളൊരു നന്ദി പ്രകടനം ഒന്നുമല്ല. എൻ്റെ ഗ്രാൻഡ് പേരൻസ് എനിക്ക് 1-2 വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുറച്ച് സാധനം, എൻ്റെ അഡൾട്ട് ലൈഫിൽ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് അവരിങ്ങോട്ട്. അമ്മമ്മയുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട്, അവർ 1-2 ദിവസം നിൽക്കും, പിന്നെ അവർ പോയിക്കളയും. ഇവരുടെ മനസ്സിൽ ഹോം നേഴ്സ് അല്ല, അത് അവരുടെ വീട്ടിലെ ജോലിക്കാരി എന്നുള്ള രീതിയിലാണ് അവർ ഈ സാധനങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തിയിരുന്നത്. ഈ ഒരു ഹോം നേഴ്സായിട്ട് വരുന്നവര് വീട്ടു ജോലിക്കല്ല വരുന്നത്, ഇവരുടെ കാര്യങ്ങൾ നോക്കും, അത് കഴിഞ്ഞിട്ട് അവരങ്ങ് തിരിച്ചു പോകും. അതാണ് ഇവരുടെ ജോലി. അപ്പോൾ അത് അങ്ങനെയല്ല, ഇവരുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ജോലിക്കാരിയാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു പ്രവൃത്തിയും സംസാരമൊക്കെ പോകുന്നതെന്നാണ് അഹാന പറയുന്നത്. അതിൽ കാര്യം ഉണ്ടായിരിക്കാം. പിന്നെ അഹാനയൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ പണ്ടത്തെ ആൾക്കാരുടെ സ്വഭാവം ഇപ്പോഴത്തെ ആൾക്കാരുടെ സ്വഭാവം രണ്ടാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സ്വഭാവങ്ങൾക്ക് പല രീതിയിലുള്ള മാറ്റം വരും. പിന്നെ ഇപ്പൊ ഇവര് കുഞ്ഞുപിള്ളയുടെ ഒരു സ്വഭാവത്തിലേക്കായിരിക്കും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. She said a couple of things. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പൂപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മൂമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യൻ്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫൊക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ എവരിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ്. തെളിവ് വേണമെങ്കിൽ എൻ്റെ ഒപ്പം വന്ന് ചോദിച്ചാൽ ഞാൻ ആ ഒരു തെളിവ് കാണിച്ചു തരും, നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും എന്നാണ് പറയുന്നത്. വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ കോൾ വിളിക്കുന്നു, അമ്മൂമ്മയെ കൊണ്ട് പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്. എന്താണ്, എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹാസ്. തൻവിക്ക് അത്ര കൺസേൺ അമ്മൂമ്മയായിട്ടുണ്ടെങ്കിൽ വൈ കുഡ്ന്റ് ഷീ ടെൽ അമ്മൂമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. കാരണം പ്രായമായ ആളല്ലെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പോട്ടെ അങ്ങ് ഫൊഗീവ് ചെയ്ത് വിടാം. പക്ഷേ നോട്ട് എവറിത്തിങ്. യുവർ ഏജ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ്. അപ്പം തൻവിക്കിപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി എടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വി കുഡ് ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത് ഹർ. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്ക് തൻവി ഒരു കാര്യം പറയുന്നുണ്ട്, അതാണ് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള കാര്യം. ആ ഒരു കാര്യം ജസ്റ്റ് നമുക്ക് അതും കേട്ടിട്ട് വരാം. പാർട്ട് 2 ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ
ശരിക്കും പാർട്ട് 1 ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ബേസിക്കലി അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പന് ഞാൻ ആരെന്ത് ചെയ്താലും അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് അന്ന് ചെയ്തു തന്നത്, അതേപോലെ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുന്ന കാര്യം നോക്കും, ലിയാൻ്റെ കാര്യവും നോക്കും. ലിയാന് ഉള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ആണ് നമുക്ക് നോക്കണം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ഇതുവരെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ പേഴ്സണൽ മെഡിക്കൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അവൻ്റെ ആ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തന്റെ അമ്മമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് കാനഡയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് അതൊന്നുമല്ല, ഞാൻ എന്റെ കുഞ്ഞിന്റെ കാര്യം കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് അതിങ്ങനെ കള്ളം പറഞ്ഞ് അതിങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നു. എന്റെ അമ്മമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇതുവരെ എന്റെ ജോലി വരെ രാജിവെച്ച് വന്നതെന്ന്. അപ്പം മൊത്തത്തിൽ ആൾക്കാരെ നേരിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് തന്നെയായിരുന്നു. തൻവി ഈ ഒരു അപ്പൂപ്പന്റെ അമ്മയുടെയും കൂടെ വളർത്താൻ കൊടുത്തിട്ട് അവർ വേറെ കല്യാണം കഴിച്ച് ബാംഗ്ലൂർ സെറ്റിലാണ്. എന്നിരുന്നാലും അവരുടെ സഹോദര ബന്ധങ്ങൾ അവർ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും ഈ ഒരു അമ്മമ്മയുടെ സ്വഭാവം അത്രയും അവർക്ക് പറ്റാത്തത് കൊണ്ടാണ്. ക്ഷമിക്കാം, എന്നിരുന്നാലും അവരുടെ സ്വഭാവം വീണ്ടും പഴയതുപോലെ ആകും എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. ഇവർ പറഞ്ഞ തെളിവുകൾ സഹിതം ഇവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനിടയിൽ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാല് തന്നെയൊന്ന് സിന്ധു കൃഷ്ണയെ എയറിലേറ്റാൻ നോക്കി. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അത് തീരെ ചെറ്റത്തരം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയെ ചുമ്മാ എയറിലേക്ക് കൊണ്ട് എത്തിക്കേണ്ട കാര്യം വല്ലതുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ